വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി 25 വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയത്. ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശത്തെ തുരങ്കപാത നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണമെന്ന് സമിതി നിർദ്ദേശിച്ചു. അതോടൊപ്പം വന്യജീവികളുടെയും ആദിവാസികൾ അടക്കമുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തിരുവമ്പാടി പഞ്ചായത്തിലെ മറിപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് വയനാട് കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് വയനാട് തുരങ്കപാത. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2020 സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതി പ്രഖ്യാപിച്ചത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇതിന് പ്രാഥമിക അനുമതിയും നൽകി. എന്നാൽ സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി ലഭിക്കാത്തതിനാൽ പദ്ധതി പ്രതിസന്ധിയിലായി. നിരവധി തവണ വിശദീകരണം തേടിയ ശേഷമാണ് വയനാട് തുരങ്കപാതയ്ക്ക് ഇപ്പോൾ സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി അനുമതി നൽകിയിരിക്കുന്നത്. പരിസ്ഥിതി ലോല മേഖലയാണെന്ന് വ്യക്തമാക്കുന്ന അനുമതിയിൽ 25 വ്യവസ്ഥകളും നിർദ്ദേശിക്കുന്നു. ഉചിതമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതീവ ശ്രദ്ധയോടെ വേണം നിർമ്മാണം. പാറ തുരക്കുന്നതിന് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം. പരിസ്ഥിതി നാശം ഒഴിവാക്കണം. ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യുന്ന 4 വിദഗ്ധ സമിതി ഇതെല്ലാം നിരീക്ഷിക്കുന്നതിനായി രൂപീകരിക്കണം തുടങ്ങിയ നിബന്ധനകളാണ് സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം വന്യജീവികളുടെയും ആദിവാസികളടക്കമുള്ള മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇനി ഈ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് സർക്കാരിന് സ്വപ്ന പദ്ധതിയുമായി മുന്നോട്ട് പോകാം. അമൃത ന്യൂസ്, കോഴിക്കോട്.